രണ്ടാമത് ടി.എൻ. പ്രകാശ് സാഹിത്യ പുരസ്കാരം ജമാൽ കൊച്ചങ്ങാടിയുടെ സിനഗോഗ് ലെയ്ൻ എന്ന നോവലിന് ലഭിക്കും. 44,444 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. 30 വയസ്സിന് താഴെയുള്ളവർക്ക് വേണ്ടി നടത്തിയ മത്സരത്തിൽ ഷാഫി പൂവത്തിങ്കലിന്റെ നീലാടിന്റെ കാഴ്ച ബംഗ്ലാവ് എന്ന ചെറുകഥ ഒന്നാം സ്ഥാനം നേടി. 5,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. മാർച്ച് 24-ന് കണ്ണൂർ ശിക്ഷക് സദനിൽ നടക്കുന്ന ടി.എൻ. പ്രകാശ് അനുസ്മരണ സമ്മേളനം കഥാകൃത്ത് ടി. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ വെച്ച് എഴുത്തുകാരൻ എം. മുകുന്ദൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രണ്ടാമത് ടി.എൻ. പ്രകാശ് സാഹിത്യ പുരസ്കാരം നോവലിനാണ്. ഈ വർഷത്തെ ഒരു പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ജമാൽ കൊച്ചങ്ങാടിയാണ്. അദ്ദേഹത്തിൻ്റെ സിനഗോഗ് ലെയ്ൻ എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം. ഇതോടൊപ്പം തന്നെ ഈ അവാർഡ് തുക നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 44,444 രൂപയാണ്. മലയാളത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട അവാർഡായിട്ട് കഴിഞ്ഞ വർഷം തന്നെ അത് അടയാളപ്പെടുകയുണ്ടായി. ഈ ഒരു പുരസ്കാരത്തോടൊപ്പം തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള എഴുത്തുകാർക്ക് കൂടിയൊരു സ്പേസ് വേണം എന്ന് പ്രകാശ് കുടുംബവും ഈ ഒരു കമ്മിറ്റിയും നേരത്തെ തന്നെ നിശ്ചയിക്കുകയുണ്ടായി. ആ വിഭാഗത്തിലുള്ള അവാർഡ് 5,000 രൂപയാണ്. അത് യുവ എഴുത്തുകാരനായിട്ടുള്ള ഷാഫി പൂവത്തിങ്കലിനാണ്. ജമാൽ കൊച്ചങ്ങാടിയുടെ നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നിലവിലുള്ള നോവൽ എഴുത്ത് ശീലങ്ങളിൽ നിന്നും മാറി നടന്ന ഒരു കൃതിയാണ് സിനഗോഗ് ലെയ്ൻ. ആ മാറി നടത്തത്തിന് പല മുഖങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ കേരളീയ സംസ്കാരത്തിൻ്റെ, കേരളീയ സമൂഹത്തിൻ്റെ, മലയാളത്തിലെ എഴുത്തിൻ്റെ ഒരു ബഹുസ്വരതയെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോവലാണ്. N.T. സുധീന്ദ്രൻ, T.P. വേണുഗോപാലൻ, ബാലകൃഷ്ണൻ കൊയ്യാൽ, ഗീതാ പ്രകാശ്, അഡ്വക്കേറ്റ് K.K. രമേശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. Aster MIMS Hospital, we'll treat you well. Chala East, Kannur.